ഹല്ലേലൂയ. അഭിഷേകം അന്ന എന്ന വചന സന്ദേശത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചിന്തയ്ക്ക് ആധാരമായ ദൈവവചനം അപ്പോസ്തല പ്രവർത്തനം 5-ാം അധ്യായത്തിന്റെ 33 മുതലുള്ള വചനഭാഗത്ത് ഗമാലിയേൽ എന്ന നിയമപണ്ഡിതൻ അപ്പോസ്തലന്മാരെ ഇനി എന്തു ചെയ്യാം എന്ന് അവർ ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോൾ ജനങ്ങളെല്ലാം കോപപരവശരായി ഇവരെ കൊന്നുകളയാൻ വേണ്ടി നോക്കുമ്പോഴാണ് ഗമാലിയേൽ ഇടപെട്ട് ഇങ്ങനെ പറയുന്നത്, നമ്മൾ ഇവരുടെ കാര്യത്തിൽ വളരെ ശ്രദ്ധയോടെ വേണം കൈകാര്യം ചെയ്യാൻ. എന്നിട്ട് അവരോട് പറയാ, ഇസ്രായേൽ പുരുഷന്മാരെ, ഈ മനുഷ്യരുടെ കാര്യത്തിൽ നിങ്ങൾ എന്തു ചെയ്യാൻ പോകുന്നു എന്ന് സൂക്ഷിച്ചു കൊള്ളുവിൻ. കുറെ നാളുകൾക്ക് മുമ്പ് ത്യൂതാസ് എന്ന ഒരുവൻ എഴുന്നേറ്റു. താൻ മഹാൻ എന്ന് നടിച്ച് ഏകദേശം 400ഓളം പേരെ കൂട്ടി. ആ മനുഷ്യൻ കൊല്ലപ്പെട്ടപ്പോൾ ആളുകളെല്ലാം ചിതറിപ്പോകാൻ ഇടവന്നു. അതുപോലെ തന്നെ ഗലീലക്കാരനായ യൂദ ഇതുപോലെ തന്നെ ആളുകളെ കൂട്ടി. ആ മനുഷ്യനും ഇതുപോലെ മരിച്ചു നശിച്ചു പോകാൻ ഇടവന്നു. അതുകൊണ്ട് ദൈവത്തിൽ നിന്നാണെങ്കിൽ അത് നിലനിൽക്കും, അല്ലെങ്കിൽ അത് ചിതറിപ്പോകുമെന്ന് നിയമപണ്ഡിതനായ ഗമാലിയേൽ പറയുമ്പോൾ ഇങ്ങനെയാണ് പറയാൻ ഇടവന്നത്. ആകയാൽ ഈ മനുഷ്യരെ വിട്ടൊഴിഞ്ഞുകൊള്ളുവിൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ ആലോചനയും പ്രവൃത്തിയും മാനുഷികം എന്ന് വരികിൽ അത് നശിച്ചു പോകും. അവരുടെ രണ്ടുപേരുടെയും പ്രവൃത്തി മാനുഷികമായതുകൊണ്ട് അവർ നശിച്ചുപോയി. പ്രിയമുള്ളവരെ, യേശു കർത്താവിനെ രക്ഷിതാവും നാഥനുമായി സ്വീകരിച്ച് വെള്ളത്തിൽ മുങ്ങി സ്നാനമെടുത്ത് വിശുദ്ധിയും വേർപാടും ധരിച്ച് ദൈവവചനം അനുസരിച്ച് ജീവിക്കുന്ന ഒരു കൂട്ടം ദൈവമക്കൾ, അവർ ദൈവത്തിന്റെ വഴിയിലല്ലെങ്കിൽ, അത് ഗമാലിയേൽ പറഞ്ഞതുപോലെ മാനുഷികമായിട്ടാണ് അവർ വന്നതെങ്കിൽ അത് തട്ടിത്തകർന്നു പോകാനുള്ള സാധ്യതയാണുള്ളത്. ഇത്രയും വർഷമായിട്ട് അപ്പോസ്തലന്മാരുടെ ഈ കൂട്ടായ്മ തകർന്നു പോകാതിരിക്കാനുള്ള ഏറ്റവും വലിയ കാരണം ഇത് പരിശുദ്ധാത്മാവിലൂടെ നയിക്കപ്പെട്ട കൂട്ടായ്മയായതുകൊണ്ടാണ്. പ്രിയമുള്ളവരെ, ആത്മാവ് നയിച്ചാൽ അത് മാനുഷികമല്ല, ദൈവികമാണെന്ന് തിരിച്ചറിയാൻ കഴിയും. എന്നാൽ അതുകൊണ്ട് പറഞ്ഞു, ഇവരെ നിങ്ങൾ എതിർക്കരുത്. ഇവർ വിശ്വസിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിലാണ്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ നിങ്ങൾ എതിർത്താൽ നിങ്ങൾ ദൈവത്തിന് വിരോധമാകും. അതുകൊണ്ടാണ് 39-ാമത്തെ വചനം പറഞ്ഞത്, ദൈവികമെങ്കിലോ നിങ്ങൾ അത് നശിപ്പിക്കുവാൻ കഴിയില്ല. നിങ്ങൾ ദൈവത്തോട് പോരാടുന്നു എന്ന് വരുന്നതല്ലയോ എന്ന് അവരോട് പറയുകയാണ്. നിങ്ങൾ അങ്ങനെ ചെയ്താൽ നിങ്ങൾ ദൈവത്തോടാണ് പോരാടുന്നത്. അവർ അവനെ അനുസരിച്ചു, അപ്പോസ്തലന്മാരെ വരുത്തി അടുപ്പിച്ചു. ഇനി യേശുവിന്റെ നാമത്തിൽ സംസാരിക്കരുത് എന്ന് കൽപ്പിച്ചു അവരെ വിട്ടയച്ചു. ഇവിടെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്, യേശുക്രിസ്തുവിനെ രക്ഷിതാവും നാഥനുമായി സ്വീകരിക്കുന്ന ദൈവമക്കൾ, അത് മാനുഷികമല്ലാത്ത ഒരു ദൈവിക കൂട്ടായ്മയുടെ നടുവിലാണ്. നമ്മുടെ അകത്ത് വസിക്കുന്ന ദൈവമായതുകൊണ്ടാണ്. ഇപ്പം ചിലരൊക്കെ പറയും, ഈ വിശ്വാസികളെ നിങ്ങൾ വീട്ടിൽ കയറ്റരുത്, പ്രാർത്ഥിക്കുന്നവരെ വീട്ടിൽ കയറ്റരുത്, യേശുക്രിസ്തുവിൽ ജീവിക്കുന്നവരെ വീട്ടിൽ കയറ്റരുത് എന്ന് പറയുന്ന ഒരു കൂട്ടരുണ്ട്. പ്രിയമുള്ളവരെ, നിങ്ങൾ ഓർക്കണം, ഇത് ദൈവത്തിൽ നിന്ന് അവർ വന്നതുകൊണ്ടാണ് നിങ്ങളുടെ വീട്ടിൽ വരുന്നത്. അവർ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ വലിയ വിടുതലും വലിയ ദൈവപ്രവൃത്തിയും ഉണ്ടാകുന്നു നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇത് ആർക്കും അവരെ തടഞ്ഞു വെക്കാൻ കഴിയില്ല. കാരണം അവർ ദൈവത്തിൽ നിന്നാണ് പ്രാപിക്കുകയും ദൈവത്തോടാണ് പ്രാർത്ഥിക്കുകയും ദൈവത്തിൽ നിന്നാണ് കൊടുക്കപ്പെടുകയും ചെയ്യുന്നത്. അത് മാനുഷികമല്ല, അത് ദൈവികമാണ്. ദൈവികമായ ഒരു പ്രവൃത്തിയാണ് ഇന്ന് ദൈവം ലോകത്തിൽ ചെയ്യുന്നത്. അനേക മനുഷ്യരുടെ ഹൃദയത്തെ മാറ്റിയൊരു കർത്താവ് കേരളത്തിന്റെ ഇങ്ങേയറ്റം മുതൽ അങ്ങേയറ്റം വരെയും ദൈവത്തിന്റെ വചനം കവലകൾ അല്ലെങ്കിൽ പട്ടണങ്ങൾ, വഴിയോരങ്ങൾ എല്ലാം നിന്നുകൊണ്ട് യേശുവിന്റെ നാമത്തെ പ്രസംഗിക്കുമ്പോൾ ഇവർക്ക് എന്താണ് കുഴപ്പമെന്ന് ചോദിച്ച് അവഗണിക്കാം.
യേശു കർത്താവ് പറഞ്ഞ സകല സൃഷ്ടികളോടും എൻ്റെ വചനം എത്തിക്കണം. ഇത് കർത്താവിൽ നിന്നുള്ള വിളിയാ. ഗമാലിയൽ എന്ന മനുഷ്യൻ പറഞ്ഞതുപോലെ ഇവർ ദൈവത്തിൽ നിന്നാണെങ്കിൽ ആർക്കും തടയാൻ കഴിയില്ല. ഇവരെ സൂക്ഷിച്ചോണം. ഇവിടെ അകത്തൊരു തീയുണ്ട്, അത് കത്തുന്ന തീയാണ്. അനേകം ജീവിതങ്ങളെ വിടുവിക്കാൻ കഴിയുന്ന ദൈവിക അഭിഷേകത്തിന്റെ തീയാണ്. ആ തീയുടെ ആ ഗന്ധം, ആ തീയുടെ മണം, തീയുടെ ആ ജ്വാല നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് കത്താനാണ് ദൈവം ഇടയാക്കുന്നത്. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ അഭിഷേകത്തിന്റെ തീ ഇറക്കണം കർത്താവേ. അനേകർ തിരിച്ചറിയണം ഈ സത്യവചനം, അനേകം ഹൃദയങ്ങളിൽ വെളിപ്പെടുത്തുവാനും അനേകം ജീവിതങ്ങളെ മാറ്റുവാനും അനേകർക്ക് അതൊരു അനുഗ്രഹമായി മാറ്റാൻ കർത്താവ് ഇടയാക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.